ഹലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ പ്രാന്ത് ഇളകൂല, അതുപോലെ എനിക്കിപ്പോൾ ചെടിപ്രാന്താണ് ഇളകിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങളിതാ മുളകുകോട് പോണ വഴിക്കുക നമ്മുടെ കണ്ടെയ്നർ റോഡിൻ്റെ അവിടെ കുറച്ച് ചെമ്പരത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കൈയോടെ എനിക്ക് ചേട്ടൻ പറിച്ച് തന്നിട്ടാ. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ഒരു മഞ്ഞ മന്ദാരം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒരുപാട് ചെടികൾ ഇങ്ങനെ ഉണ്ടായിരുന്നിട്ട് ഇപ്പം എല്ലാം വാടിപ്പോയി. അങ്ങനെ ഞങ്ങൾ ആ മഞ്ഞ മന്ദാരത്തിന് കൊമ്പൊക്കെ ഒടിച്ചെടുത്തിട്ടാ അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നട്ടെടുക്കാലോ പിടിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കൊണ്ടുപോകണേ. പിടിക്കുമെന്ന് അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ പറിച്ചെടുത്ത് പോകണോ കണ്ട. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ സംഭവം ചട്ടികളൊന്നും ഫ്രീ ആയിട്ടില്ല, ഒഴിവുള്ള ചട്ടികളൊന്നുമില്ല കേട്ടോ. എല്ലാ ചട്ടികളിലും ചെടിയാണ്. അപ്പം ഒരു തുളസി ഉണ്ടായിരുന്നു, അതിനെ ഞാൻ കൈയോടെ പിഴുത് മാറ്റിയിട്ട് ചെറിയ ചട്ടിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇതിന് കുറച്ച് അത്യാവശ്യം വലിയ ചട്ടി വേണം, ഒരു മീഡിയം ടൈപ്പ് ചട്ടിയാണ്. അപ്പം അതിലിതാ ഞാൻ ഒരു കുഴിയൊക്കെ കുഴിച്ചിട്ട് നമ്മുടെ മഞ്ഞേനെ ആദ്യം അതിലേക്ക് താഴ്ത്തി വെച്ചിട്ടാണ്. അപ്പം അങ്ങനെ അത് നട്ടു. പിടിച്ച് കിട്ടിയാൽ മതിയതാണ്, കാരണം ചിലതൊക്കെ പിടിച്ച് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ തുളസീനെ നമുക്ക് മാറ്റി നടണം വേറൊരു കുഞ്ഞു ചട്ടിയിലേക്ക്. തുളസി ഓൾറെഡി വാടിപ്പോയിട്ട് എന്താണെന്നുള്ളത് ഫുള്ള് കരിഞ്ഞിട്ടാണ്. അപ്പോൾ ഇനി ചെമ്പരത്തി ഉണ്ട്. അപ്പോൾ ചെമ്പരത്തി കൊമ്പ് കുത്താനുള്ള ചട്ടിയും കൂടി ഒപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ചട്ടി തുളസി മാറ്റിയ ചട്ടിയുണ്ട് കണ്ടോ. നമ്മുടെ തുളസി വാടിപ്പോയിട്ടാണ്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങി വെച്ച ചകിരിച്ചോറാണ് കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു ചെടികൾക്ക് ഇട്ട് കൊടുക്കും. അപ്പം നമ്മുടെ ഈ മണ്ണിലേക്ക് ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ചകിരിച്ചോറും കുറച്ച് ജൈവവളം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇടയ്ക്കിടയ്ക്ക് തന്നെ ചെടികൾക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ തുളസീനെ ഇതാ കുഞ്ഞിച്ചട്ടിയിലേക്ക് കുത്തി വെച്ച് പിടിച്ച് വന്നെങ്കിൽ പിടിച്ചു കിട്ടെന്ന് ചോദിച്ചു. അങ്ങനെ അതും ഞാൻ സെറ്റാക്കി വെക്കണ്ട കേട്ടോ. മണ്ണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക്, അതൊരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെമ്പരത്തിനെ നമുക്ക് നടണ്ടേ. പിന്നെ നമ്മുടെ ഈ ചെടികൾക്കും കൂടി കുറച്ച് ഞാനിത് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓൾറെഡി ഞാൻ അന്നിട്ടത് നമ്മുടെ ജൈവവളം അല്ല, സോറി, ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ജൈവവളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ഇവിടുത്തെ നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ച് കുറച്ച് വളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ വളം. നമ്മുടെ ഫുഡ് വേസ്റ്റും സകല വേസ്റ്റും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതും കൂടി ഞാൻ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ചെമ്പരത്തിന് ഇത് നടനാണ് കേട്ടോ. ചെമ്പരത്തിക്ക് കിട്ടിയ ചട്ടി കുറച്ച് പൊട്ടിയതൊക്കെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചട്ടികളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതും ഞാനിതാ ചെമ്പരത്തിനെ നമ്മുടെ നട്ടു പിടിപ്പിച്ചൊക്കെ വെച്ചു. ഇനി ഇത് വളർന്നു വന്നാൽ മതിയോ. ചെമ്പരത്തി ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് താളിയായിട്ട് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണി വന്നിട്ട് അവൻ അപ്പോൾ കുറച്ച് ചട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് തന്നെയാണ് കേട്ടോ. ആകെ കുറച്ച് ചെടികളുള്ള കേട്ടോ. നമുക്ക് കുറേ ചെടികളൊന്നും ഇല്ല, സ്പേസും തീരെ കുറവാണ്. എന്നാലും എല്ലാ സ്ഥലത്ത് 2-3 ചെടികളൊക്കെ വെച്ച് ഒരു കുഞ്ഞു ഗാർഡനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗാർഡൻ കുറച്ചും കൂടി ഉള്ള സ്ഥലത്ത് കുറച്ച് അധികം ചെടികളൊക്കെ വെക്കണമെന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ചട്ടികളും കുറച്ച് ചെടികളൊക്കെ സംഘടിപ്പിക്കണം. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ നട്ട ചെടികളെയൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം ഫ്ലവർ ഷോക്ക് വാങ്ങിച്ച ചെടികളെല്ലാം വാടിപ്പോയിട്ടോ. അതിലൊരെണ്ണം മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്ലവർ ഷോയിൽ ഇപ്പം ഞാൻ ചെടികൾ വാങ്ങിക്കാറേ ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ഓരോ ഫ്രണ്ട്സിൻ്റെയും ഓരോരുത്തരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരലാണ് പതിവ്. അതാകുമ്പോൾ വാടിപ്പോയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ചെടികളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണേണ്. അങ്ങനെ നമ്മുടെ കുട്ടി കാണുന്ന 2 പുതിയ അതിഥികളും കൂടി വന്നൂല്ലേ. ഇനി ഇതൊക്കെ പിടിച്ച് കിട്ടുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഉണ്ണിയും ഞാനും ചെയ്യണമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മീനൂസും വന്നിട്ടാ. അങ്ങനെ അവളും വന്ന് കുറച്ച് എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ നമ്മുടെ ചെടികളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെടികളുടെയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.